ഇന്ത്യ സഖ്യ എംപിമാരുടെ കൂട്ട സസ്പെൻഷനിൽ പ്രതിഷേധിച്ച മാർച്ച് പാർലമെന്റിൽ നിന്ന് വിജയ് ചൌക്കിലേക്കാണ് മാർച്ച്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, പ്രതിപക്ഷം പറയുന്നത് നരേന്ദ്രമോദി മാത്രം അകത്തും ബാക്കിയുള്ള എല്ലാവരും പുറത്ത്, പാർലമെന്റിന് പുറത്താണ് പ്രതിപക്ഷം ഇപ്പോൾ നിൽക്കുന്നത്. ആരൊക്കെയുണ്ട് ഈ മാർച്ചിൽ? കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ എംപിമാരും ഇവിടെ ഡൽഹിയിലുള്ള ആളുകളെല്ലാം അണിനിരക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാ പാർലമെന്റിൽ നിന്ന് വിജയ് ചൌക്കിലേക്കാണ് എത്തിയത്. പ്ലക്കാർഡുകളും ഏന്തിയിട്ടുണ്ട്. 141 എംപിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് ജനാധിപത്യമാണോ എന്ന ചോദ്യം ഈ പ്ലക്കാർഡുകളിൽ കാണാം. ജനാധിപത്യം പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയത് കാണാം. ഇങ്ങനെ ശക്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എംപിമാർ പാർലമെന്റിൽ നിന്ന് വിജയ് ചൌക്കിലേക്ക് മാർച്ച് നടത്തിയതാണ്. ഇതാ ഇവിടെ നമുക്ക് ഇതാ പ്ലക്കാർഡ് ഏന്തി തന്നെ പാർലമെന്റ് നടന്ന വിഷയത്തെ ചൂണ്ടിക്കാട്ടി പ്ലക്കാർഡ് ഏന്തി ഹൈബി ഈഡൻ എംപി ചേരുന്നു. എംപി വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യം തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണല്ലോ. എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഐറണി എന്ന് പറയുന്നത് BJP MP പാസ് ഇഷ്യൂ ചെയ്ത BJP MP ഈ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായ ആ പാസ് ഇഷ്യൂ ചെയ്ത MP അകത്തും ഈ സുരക്ഷാ വീഴ്ചയെ ചോദ്യം ചെയ്യുന്ന മറ്റ് ഇന്ത്യ സഖ്യത്തിലെ എംപിമാരും പുറത്താണെന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയാണ് നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ മഹുവ മൈത്ര പുറത്താക്കപ്പെട്ടത്. അപ്പോൾ ഈ സർക്കാരിനെതിരെ, കോർപ്പറേറ്റുകൾക്കെതിരെ സംസാരിക്കുന്ന മുഴുവൻ എംപിമാരെയും ജനപ്രതിനിധികളെയും നീക്കം ചെയ്ത് പാർലമെന്റിന്റെ ബില്ലുകൾ ബുൾഡോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ 4 ബില്ലുകളാണ് ചർച്ചകൾ കൂടാതെ പാസാക്കിയത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മര്യാദകളെ എല്ലാം തകർക്കുന്ന തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹൈബി പറഞ്ഞ പോലെ രാജ്യത്തിന്റെ ജനാധിപത്യ മര്യാദകളെ തകർക്കുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം കാര്യമായി ഉന്നയിക്കുന്നത്. കൂടുതൽ എംപിമാർ നമുക്കൊപ്പം ചേരുന്നു. അതിനു മുൻപ് ഇന്നത്തെ പ്രതിഷേധം, നാളെ വീണ്ടും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന്, പ്രക്ഷോഭത്തിന് ഇന്ത്യ സഖ്യം ആഹ്വാനം ചെയ്തിട്ടുണ്ട്.